അങ്ങനെ മക്കൾ സെലവൻ തന്റെ റൈറ്റ് ട്രാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് തകർപ്പൻ പെർഫോമൻസ് ആണ് അദ്ദേഹം വിക്രമിലൂടെയും അതുപോലെ തന്നെ ജവാനിലൊക്കെ കാഴ്ചവെച്ചത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്റെ 50ാമത്തെ ചിത്രത്തിൽ നായക കഥാപാത്രമായി ആളുകളെ കയ്യിലെടുക്കുന്ന കിടൽ കോമഡിയും ആക്ഷനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോൺ ലീനിയർ കഥ പറച്ചിലുമായി പോകുന്ന വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ട് നിതിൻ രംഗസ്വാമി മനോഹരമായിട്ട് തന്നെ ആ ചിത്രം എടുത്തു വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ സംവിധായകന്റെ കുരങ്ങുബൊമ്മ എന്ന് പറഞ്ഞ സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒട്ടനവധി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഈ സംവിധായകൻ. അദ്ദേഹത്തിന്റെ കഥയും തിരക്കഥയും അതുപോലെ തന്നെ ഡയറക്ഷനും മേക്കിങ്ങും എല്ലാം തന്നെ ഗംഭീരമായിരിക്കുന്നു. മാത്രമല്ല സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഏതായാലും 50ാമത് ചിത്രം അങ്ങനെ ആഘോഷപൂർവ്വം നമ്മളെല്ലാവരും തിയേറ്ററുകളിലേക്ക് വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് മഹാരാജ എന്ന ചിത്രത്തിലൂടെ വിജയ് സേതുപതി. വിജയ് സേതുപതിക്ക് എല്ലാവിധ ആശംസകളും.